ക്ലിയർ അല്ലേ? കേക്കാവോ? ഹലോ. ഓക്കെ. അപ്പോ പോളിയനിലിൻ ഓൾറെഡി പറഞ്ഞതുപോലെ ബെൻസിൻ റിങ്ങിൽ NH2 വരുന്നതാണ് അനിലിൻ എന്ന് പറയുന്നത്. ഇതിന്റെ പോളിമറൈസ്ഡ് ഫോം ആണ് പോളിയനിലിൻ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാല് നാലല്ല, ആക്ച്വലി മൂന്ന് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്. ലൂക്കമെറാൾഡൈൻ, എമറാൾഡൈൻ, പെർണിഗ്രാനിൻ. ഇതിന്റെ അകത്ത് ഈ എമറാൾഡൈൻ സോൾട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടിങ് പോളിമറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് മാത്രമാണ് കണ്ടക്ടർ റേഞ്ചിൽ വരുന്നത്. അതിന്റെ അത് പിന്നെ ലൂക്കമെറാൾഡൈനും പെർണിഗ്രാനിനും ഇൻസുലേറ്റേഴ്സ് ആണ്. അത് ബാക്ടീരിയ കണ്ടക്ട് ചെയ്യില്ല. നോർമലി എമറാൾഡൈൻ എടുക്കുമ്പോൾ അത് സെമി കണ്ടക്ടറും, നമ്മൾ അതിനെ ഡോപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പ്യുർ കണ്ടക്ടർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവരുടെ ഡിഫറൻസ്. ഈ ഓരോ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഇതാണ്. ഈ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസുകളാണ്. ഈ സ്ട്രക്ചർ ദിനേശ് മൈക്ക് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. ഈ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് കാരണമാണ് ഇവരുടെ കണ്ടക്ടിവിറ്റിക്കൊക്കെ ഡിഫറൻസ് വരുന്നത്. ഈ എന്തുകൊണ്ടാണ് ഈ സ്ട്രക്ചേഴ്സ് മാറി വരുന്നതെന്ന് അറിയോ? ഈ ഒരു ലൂക്കമെറാൾഡൈൻ എന്ന് പറഞ്ഞ ഗ്രാനിലോട്ടൊക്കെ മാറുന്നതിന്റെ റീസൺ എന്തായിരിക്കും? ഈ ഒരു സ്ട്രക്ചർ എന്തോ ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുന്നുണ്ട്. വേറൊരു സാധനം കൂടെ ഉണ്ട്, സ്ട്രക്ചർ വെച്ചിട്ട് എന്തെങ്കിലും അറിയോ? പൈ ഇലക്ട്രോൺസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. റെസൊണൻസ് എന്ന് പറഞ്ഞൊരു ഫിനോമിന കേട്ടിട്ടുണ്ടോ? റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കേട്ടിട്ടില്ലേ? ഓക്കെ. അങ്ങനെ ഒരു ഫിനോമിന ഉണ്ട്, റെസൊണൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ പറയുന്ന എന്താ പറയാ, പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ അവര് പറഞ്ഞാൽ ഒരിടത്ത് സ്റ്റഡി ആയിട്ടിരിക്കില്ലല്ലോ, ഇങ്ങനെ മൂവ് ചെയ്ത് മാറുന്നുണ്ട്. ഡിഫറെന്റ് ഫോംസിൽ അവർക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ വരുന്ന സാധനങ്ങളാണ്. ഓക്കെ. പെർണിഗ്രാനിൻ. ഇതാണ് എമറാൾഡൈന്റെ സ്ട്രക്ചർ. എമറാൾഡൈൻ ആക്ച്വലി ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ് പോലെ വരുന്നതാണ്. ഓക്കെ. നോർമലി ആയിട്ടുള്ള ലൂക്കമെറാൾഡൈൻ സ്ട്രക്ചറും കാണാൻ പറ്റും, പെർണിഗ്രാനിന്റെ സ്ട്രക്ചറും കാണാൻ പറ്റും. ഇത് സംവാട്ട് കണ്ടക്ടിങ് ആണ്, സെമി കണ്ടക്ടർ പോലെ ഇരിക്കും. ഇതിനെ നമ്മൾ വീണ്ടും ഡോപ്പ് ചെയ്യും. ഡോപ്പിങ്ങിലൂടെ നമ്മൾ പ്രോട്ടോണേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആസിഡ് ഡോപ്പിംഗ് ആയിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ H+ അയോൺസിന്റെ H+ ചാർജിന്റെ അതായത് പ്രോട്ടോണേഷൻ നടക്കും. ഒരു പോസിറ്റീവ് ചാർജ് വരും. ഈ ചാർജ് കാരണമാണ് എമറാൾഡൈൻ സാൾട്ട് കണ്ടക്ടിങ് ആവുന്നത്. ഓക്കെ. ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ എന്താ ആസിഡ് ഒക്കെ ആഡ് ചെയ്യുന്നോണ്ട് പ്ലസ് ചാർജ് വരുന്നോണ്ട് പറയുന്നതാണ് കേട്ടോ. സിന്തസൈസ് ചെയ്യുന്നത് ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. അവിടെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയം പെർസൾഫേറ്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പോളിയനിലിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് APS എന്നത് അമോണിയം പെർസൾഫേറ്റ് ആണ്. പോളിമറൈസേഷൻ വേറെ ഒന്നുമില്ല. ഈ C6H5NH2 എന്ന് പറയുന്നതാണ് അനിലീൻ. ഈ അനിലീൻ എടുത്തിട്ട് നമ്മൾ H+ ആഡ് ചെയ്യും, അതായത് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. അങ്ങനെ എത്തുന്ന സമയത്ത് ഇതിന്റെ പേരെന്താണെന്ന് അറിയോ? C6H5NH3+. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, അനിലിനിയം അയോൺ ആണ് കേട്ടോ. അനിലിനിയം അയോൺ കിട്ടും. അവിടെ അതിനെ നമ്മൾ വീണ്ടും ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് C6H5NH2 റാഡിക്കൽ, അതായത് അനിലിൻ റാഡിക്കൽ എന്ന് പറയും. ഇത് ഫ്രീ ഇലക്ട്രോൺ ആണ്. ഫ്രീ ഇലക്ട്രോൺ ഉള്ള ഒരു റാഡിക്കൽ ഫോം ചെയ്യും. പിന്നെ ഈ ഒരു റാഡിക്കലും വേറൊരു റാഡിക്കലും കൂടെ കമ്പൈൻ ചെയ്ത് ഡൈമർ ഉണ്ടാവും. ഡൈമർ എന്ന് വെച്ചാൽ 2 മോളിക്യൂൾ ഒരുമിച്ച് ചേർന്ന് വരും. ഈ 2 മോളിക്യൂൾ ഒരുമിച്ച് ചേർന്നത് വീണ്ടും വേറൊരു റാഡിക്കലുമായിട്ട് കമ്പൈൻ ചെയ്ത് ട്രൈമർ ഫോം ചെയ്യും. അതിങ്ങനെ കണ്ടിന്യൂസ്ലി കമ്പൈൻ ചെയ്ത് ടെട്രാമർ അങ്ങനെ പോളിമർ ആയിട്ട് പോകും. ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ. എത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ എന്ന് പറയുന്നതാണ് മെത്തേഡ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ് അമോണിയം പെർസൾഫേറ്റ് ആണ്. ഒരു റിയാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. ആപ്ലിക്കേഷൻസ് കോമൺലി കണ്ടക്ടിങ് പോളിമേഴ്സിന്റെ ആപ്ലിക്കേഷൻ എല്ലാത്തിലും നമുക്ക് പോളിയനിലിൻ യൂസ് ചെയ്യാൻ പറ്റും. എനർജി സ്റ്റോറേജ്, ബാറ്ററീസ്,
സൂപ്പർ കപ്പാസിറ്റർ അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ബാരിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് എവിടെയെങ്കിലും ചാർജ് ഡെവലപ്പ് ആവുന്ന സമയത്ത് ആ ചാർജ് അക്യുമുലേറ്റ് ആയി നിൽക്കാണ്ട് അതിനെ ഫ്ലോ ചെയ്ത് കളയാനായിട്ടൊക്കെ ഉള്ള അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഇവരെ സെൻസേഴ്സ്, ബയോ സെൻസേഴ്സ്, ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ, ടെക്സ്റ്റൈൽ ആൻഡ് വെയറബിൾ ടെക്നോളജീസ്. അതായത് ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ റേഞ്ചിൽ വരുന്ന എല്ലായിടത്തും നമുക്ക് പോളി അനിലിനെയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും പോളി അനിലിനില്? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ അന്ന് പറഞ്ഞത് ഫോട്ടോ ലുമിനസെന്റ് പോളിമേഴ്സിന്റെ കളർ അല്ലേ? നിങ്ങൾ ഇത്രയും ജസ്റ്റ് നോട്ട് ചെയ്യുക. പോളിഫ്ലൂറോൺസ്, ഫ്ലൂറോൺ അല്ല ഫ്ലൂറിൻ. ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സ്ട്രക്ചർ അറിയോ ആർക്കെങ്കിലും? പോളിഫ്ലൂറിന്റെ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഫ്ലോറിൻ എന്നൊന്നും ഇതാക്കരുത്. ഫ്ലൂർ അതിന്റെ FLORIN ഇതല്ലേ ഫ്ലൂറിൻ? ഓക്കെ, ഇത് INE വരുന്നതാണ്. ENE വരുന്നത് വേറെ സ്ട്രക്ചർ ആണ് കേട്ടോ. രണ്ട് ബെൻസിന്റെ ഇടയ്ക്ക് ഒരു പെന്റാൻ സ്ട്രക്ചർ ഉണ്ട്, അത് വരുന്ന ആ ടൈപ്പ് പോളിമേഴ്സ് ആണ് പോളിഫ്ലൂറിൻസ്. അവരാണ് ഫോട്ടോലുമിനസെന്റ് പോളിമേഴ്സ്. പിന്നെ അതിന്റെ കളർ ഒരു ബ്ലൂ ഷെയ്ഡ് അതായിരിക്കും. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് PPV ഒരു ഗ്രീൻ ടു യെല്ലോ ആ ഒരു കളർ റേഞ്ചിൽ. പിന്നെ തയോഫീൻസ് യെല്ലോ, ഓറഞ്ച്, റെഡ് ആ ഒരു റേഞ്ചില്. പോളികാർബസോൾസ് ബ്ലൂ ടു വയലറ്റ്. പിന്നെ പോളിഫിനിലിൻ എത്തിനിലീൻ എന്ന് പറഞ്ഞിട്ട് PPE അത് ബ്ലൂ ഗ്രീൻ ആ റേഞ്ചില്. പിന്നെ പോളിവിനൈൽ കാർബസോൾ വയലറ്റ് ടു UV കാണാൻ പറ്റില്ല, UV റേഞ്ച് വരെയുള്ള റേഡിയേഷൻസ് അവർ എമിറ്റ് ചെയ്യും. പിന്നെ PVA പ്ലസ് ഫോസ്ഫറസൻ നാനോ പാർട്ടിക്കിൾസ് അവരെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ അക്വ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഗ്രീനിഷ് ബ്ലൂ കളറാണ് അക്വ എന്ന് പറയും. ഓക്കെ, ഇത്രയും നോട്ട് ചെയ്ത് വെച്ചേക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. അതിൽ വേറൊന്നും പറയാനില്ല. ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ അതിൽ ചോദിക്കാൻ? ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ല? റെസ്പോണ്ട് ചെയ്താൽ ആരെങ്കിലും? ക്ലിയർ ആണ് സർ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് ഡൗട്ട് ഉണ്ടോ? സമയമല്ല, എക്സാം ആവാറായി. എന്തെങ്കിലും ഏതെങ്കിലും ടോപ്പിക്സ് പറയാനായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ശരി, ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ആദ്യം ആ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. എന്താണ് സാർ മറ്റേ ഇന്റർമോളിക്കുലാർ ആൻഡ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. അതെനിക്കൊരു നോട്ട് ചെയ്യാം, മാറി മാറിയിട്ട് കാണുന്നതുകൊണ്ട്. ഇത് എന്താണ് അതിന്റെ അകത്ത് വേണ്ടത്? IR-ലാണോ അതോ എന്താണ്? IR-ല്. ഓക്കെ, മേലെ ഇന്റർമോളിക്കുലാറിലാണ് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്, താഴെ അത് എഴുതി കാണിക്കുന്നത് ഇൻട്രാമോളിക്കുലാറിലാണ് ഷിഫ്റ്റ് ആണ്. ക്ലിയർ ആയില്ല എനിക്ക് പറഞ്ഞത്. ഞാൻ ആ സ്ലൈഡ് നോക്കട്ടെ, ആ സെക്ഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കും കേട്ടോ. സ്ലൈഡ് എടുത്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ആ പ്രീവിയസിലെ ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് പെട്ടെന്ന് തീർക്കാം. ഇതെന്താണ്? പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത് കോമൺ ഫിഷണബിൾ ന്യൂക്ലിയർ ഏതാ? യുറാനിയം 235. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്കാനിങ് കോയിൽ ഇൻ ആൻഡ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? അറിയോ ഇത്? To detect secondary electron. അല്ല, എന്തുകൊണ്ടാ? അതെന്താ ഈ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞ എന്താ? അത് പറഞ്ഞാണോ?
അല്ല ഫോക്കസ് ചെയ്യുന്ന ലെൻസ് അല്ലേ? ഫോക്കസ് ചെയ്യുന്ന ലെൻസാണ്. അത് രണ്ടും അല്ല ആൻസർ പറഞ്ഞത്. എന്തുകൊണ്ടാ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ട് ചെയ്യുന്ന പറഞ്ഞ? കോയിൽ വൈബ്രേറ്റ്. അല്ല, ഡിഫ്ലക്ട് ദ ഇലക്ട്രോൺ ബീം ആണ് ആൻസർ. നമുക്ക് ഓരോ ഓപ്ഷൻ സർഫസ് ഡിഫ്ലക്ഷൻ, സർഫസിൽ ഡിഫ്ലക്ട് ചെയ്യിക്കാൻ ഇലക്ട്രോൺസിന്. അതായത് ഇപ്പൊ ഇതൊരു നമ്മുടെ സാമ്പിളാന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസ് ഇങ്ങനെ വീണോണ്ടിരിക്കുക. ഇത് വെറുതെ റാൻഡം ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ വീണിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് വീണ്ടേ. അതിന് വേണ്ടിയിട്ട് വരുന്ന ഇലക്ട്രോൺസിന് കറക്റ്റ് ഡിഫ്ലക്ട് ചെയ്തിട്ട് ഏത് പോയിന്റിലാണോ വേണ്ടത് അത് ആ ഒരു പോയിന്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്ത് സാമ്പിളിന്റെ സർഫസിലോട്ട് പതിപ്പിക്കുക. അതാണ് ഈ സ്കാനിങ് കോയിലിന്റെ റോൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നടക്കുന്നത് എന്താ പറയാ, ഇങ്ങനെ ഒരു ലീനിയർ പാത്തിലായിരിക്കും. ആദ്യം ഇത്രയും ലൈനിൽ ഇങ്ങനെ വിടും, അത് കഴിഞ്ഞ് രണ്ടാമത്, മൂന്നാമത്, നാലാമത്, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് വിടുന്നത് അല്ല, വെറുതെ റാൻഡം ആയിട്ട് വിടുന്ന അല്ല. നിങ്ങൾ ഈ മറ്റേ CNC ഒക്കെ വെച്ചിട്ട് പേരൊക്കെ മെറ്റലിന്റെ ഒരു സർഫസിൽ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? എൻഗ്രേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ലൈൻ ആയിട്ട് ഇങ്ങനെ വീണിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇലക്ട്രോണിനെ ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ബാക്കി ഓപ്ഷൻസ് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് എത്താൻ പറ്റും. ഈ സെക്കൻഡറി ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് സെമ്മിന്റെ, അതായത് സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ മെയിൻ പാർട്ട്. കാരണം ഈ ഒരു ഇലക്ട്രോൺസിന് എന്താ പറയാ, അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ആ ഇമേജ് എടുക്കുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് സെക്കൻഡറി ഇലക്ട്രോൺ എന്താ പറയാ ഡിറ്റക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല, ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ലെൻസസ് വെച്ചിട്ടാണ്. ടു പ്രൊഡ്യൂസ് എ ബീം ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഗൺ ആണ്. ഇലക്ട്രോൺ ഗണ്ണ് ഏതൊക്കെയാണെന്ന് അറിയാം ആർക്കെങ്കിലും? ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോൺ ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്താണ്? ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്താണ്? കേട്ടില്ല. ഇതൊക്കെ അത് ഞാൻ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്, അതൊക്കെ പഠിക്കുന്നു കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. ഈ ടങ്സ്റ്റൺ ശരിക്കും നമ്മൾ തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഒരു മെറ്റലിനെ എടുത്ത് ഹൈ ടെമ്പറേച്ചർ ആക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ആയി പോകും. ടങ്സ്റ്റൺ യൂസ് ചെയ്യാം തിയററ്റിക്കലി. പക്ഷെ ടങ്സ്റ്റൺ വേറൊരു സാധനം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ. ആരെങ്കിലും എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെ, ലന്താനം. എന്താണത്? ഇങ്ങനെയൊക്കെ മറന്നു കഴിഞ്ഞാൽ എങ്ങനെ എക്സാം എഴുതുക? LaB6 എന്ന് പറയും. ലന്താനം ഹെക്സാ ബോറൈഡ് എന്ന് പറഞ്ഞിട്ട് ഈ മെറ്റീരിയലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ തെർമിയോണിക് എമിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർ ഭയങ്കര റാൻഡം ആയിട്ടായിരിക്കും ഇലക്ട്രോൺസ് പോകുന്നത്. നമുക്ക് എന്താ പറയാ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. ഇതുപോലത്തെ വൺ വേർഡ്സ് ഒക്കെ മറക്കാതെ പഠിക്കുക കേട്ടോ. ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക. ഡിഫ്ലക്ട് ദ ഇലക്ട്രോൺ ബീം. ഓക്കെ, അതാണ് ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ഇവരൊരു റാസ്റ്റർ പാറ്റേണിലായിരിക്കും ഈ ഒരു ഇത് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസിനെ സാമ്പിളിന്റെ സർഫസിൽ ഒരു റാസ്റ്റർ പാറ്റേൺ പോലെ ഇങ്ങനെ വീഴ്ത്തിച്ചിട്ടാണ് എന്നിട്ട് വരുന്ന സെക്കൻഡറി ഇലക്ട്രോൺസിനെ എടുത്തിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ദ അബ്സോർബൻസ് ഓഫ് ഏത് ടോപ്പിക്കാണെന്നറിയോ? അബ്സോർബൻസ് ഒക്കെ പറഞ്ഞ നമ്മൾ എവിടെയാണ്? വെരി ഗുഡ്, ബിയർ ലാംബെർട്സ്. എന്താണ് ബിയർ ലാംബെർട്സ് ഇക്വേഷൻ? എന്താ? വെരി ഗുഡ്, എപ്സിലോൺ ടി. എപ്സിലോൺ എന്ന് പറയുമ്പോ മോളാർ അബ്സോർപ്റ്റിവിറ്റി. എന്താണ് മോളാർ എന്നല്ലേ പറഞ്ഞേ? ഓക്കെ. സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ. എൽ എന്താ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അബ്സോർപ്റ്റിവിറ്റി പെട്ടെന്ന് കണ്ടുപിടിച്ചോ. എന്റെ ആൻസർ ഏതാ?
ചെയ്യണം കേട്ടോ, 1 മിനിറ്റ് തരാം, പെട്ടെന്ന് ചെയ്തോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇത് ഡയറക്റ്റ് ആർക്കെങ്കിലും അറിയോ ഇത് ചെയ്യാനായിട്ട്? ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതല്ല കേട്ടോ, ഇത് കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ലോഗ് I0/I അത് വെച്ചിട്ട് അല്ലേ? വേണ്ട ലോഗ് ഒന്നും എടുക്കണ്ട. രണ്ട് കേസ് തന്നിട്ടില്ലേ, അപ്പൊ രണ്ട് കമ്പയർ ചെയ്യാം. ഇപ്പൊ ഇവിടെ എത്ര വാല്യൂസ് തന്നിട്ടുണ്ട്? റേഷ്യോ എടുത്താൽ പോരെ? A1 റേഷ്യോ എടുത്താൽ മതി തന്നെ, രണ്ടെണ്ണത്തിന്റെ റേഷ്യോ കമ്പയർ ചെയ്ത്. C2 എന്തൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും രണ്ട് കേസ് എടുക്കുമ്പോ? എപ്സിലോൺ എല്ലും. അപ്പം എന്താണ് ആകെ മാറുന്നത്? എയും സിയും ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ആണ്. അപ്പൊ A1 A2 എടുക്കുക, C1 C2 എടുക്കുക. എങ്ങനെയാ റിലേഷൻ വരിക? അത് A/C = കോൺസ്റ്റന്റ് എന്നല്ലേ വരിക? A1/C1 A1/A2 = C1/C2 അല്ലേ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചെയ്തിട്ട് ആൻസർ എത്രയെന്ന് പറഞ്ഞു, ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 0.003. എം എന്താ? പറയ്, എം എന്താ? ആർക്കറിയില്ലേ എം എന്താ? മോൾസ് അല്ല, മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് വെച്ചാ എന്താ? എക്സ്പാൻഷൻ എന്താ മൊളാരിറ്റിയുടെ? എന്തിന്റെ യൂണിറ്റാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോളിഡ് പെർ കിലോഗ്രാം. പെർ കിലോഗ്രാം അല്ല, അത് മൊളാലിറ്റിയാ. പെർ ലിറ്റർ അല്ലേ? 1 ലിറ്റർ സോൾവെന്റിൽ എത്ര സൊല്യൂട്ട് ഉണ്ടെന്നുള്ളതാണ് മൊളാരിറ്റി, കോൺസെൻട്രേഷൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മോൾ പെർ ലിറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇത് ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാത്തായിട്ടുണ്ടോ? കാണിക്കാമോ? ഓക്കെ, ഒരു സെക്കൻഡ്. സോ ഇക്വേഷൻ എന്താണ്? A = എപ്സിലോൺ CL. ഇതിൽ എപ്സിലോണും എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്താ എഴുതാം? A/C = a കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ A1/A2 എന്ന് പറയുന്നത് എന്തായിരിക്കും? C1/C2 ആയിരിക്കും. ആദ്യത്തെ കേസിലെ A1 എത്രയാ? അബ്സോർബൻസ് എത്രയാ? 0.002/A2 എത്രയാ? രണ്ടാമത്തെ കേസിലെ അബ്സോർബൻസ് 0.2625. ഒബ്സർവൻസ് ആദ്യത്തെ കേസില് 0.1750. അപ്പോഴത്തെ കോൺസെൻട്രേഷൻ എത്രയാ? 0.002. While the test solution is the same, the dice of absorbance are under the same condition. അപ്പൊ അടുത്തതിലെ അബ്സോർബൻസ് എത്രയായിരുന്നു? A2 എന്ന് പറയുന്നത് 2625. C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ്? A1/A2 = C1/C2. 0.1750/0.2625 is equal to 0.002/C2. C2 എന്തായിരിക്കും ഇതിന്? 0.2625 into 0.002/0.1750. ഇങ്ങനെ തന്നെയാണോ കിട്ടിയത് ചെയ്ത ആൾക്കാർക്ക്? ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? എന്താ ആരൊന്നും ഉണ്ടാത്തത്? ക്ലിയർ ആണോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് ഉള്ളത്. ക്ലിയർ ആണ്, ചെയ്ത് നോക്കിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് പെട്ടെന്ന് കണ്ടുപിടിച്ചത്. 5 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും, അങ്ങനെ ചെയ്യാം.
ഓക്കെ, ഇക്വേഷൻ വരുന്നത് ആ ചോദിച്ചു. അത് A1/A2 എങ്ങനെ എടുക്കുന്നത്? C1/C2 എടുക്കുന്നത് എങ്ങനെയാണ്? അത് ശരിക്കും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ആദ്യം ഒരു 0.002 മോൾ സൊല്യൂഷൻ, ഒരു ഡൈയുടെ അത്രയും കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ എടുത്തപ്പോ 720 നാനോമീറ്ററിൽ 0.1750 അവിടെ വെച്ചൊരു അബ്സോർബൻസ് പീക്ക് കിട്ടി. ഇതൊന്നും ഇവിടെ ഇത് നോക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു കോൺസെൻട്രേഷനും കിട്ടി, ഒരു അബ്സോർബൻസും കിട്ടി. ഇനി ആ ടെസ്റ്റ് സൊല്യൂഷൻ സെയിം ആക്കി, കണ്ടീഷൻസ് എല്ലാം സെയിം ആക്കി വെച്ചിട്ട് എന്ത് ചെയ്തു, വേറൊരു ഇത് കിട്ടിയത് 0.2625 വേറൊരു പീക്ക് കിട്ടിയത്. ഒരു അബ്സോർബൻസ് കാണിച്ച് 0.2625 വെച്ചിട്ടാണ്. അപ്പൊ ആ 2625 കിട്ടണമെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ ഉള്ള ഇതിലാന്നാണ് ചോദ്യം. മനസ്സിലായോ? 0.02 മോളാർ കോൺസെൻട്രേഷൻ ആയിരുന്നപ്പോ 1750 പീക്ക് കിട്ടി. 2625 പീക്ക് കിട്ടണമെങ്കിൽ കോൺസെൻട്രേഷൻ എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളെ ഇക്വേഷൻ അനുസരിച്ചിട്ട് A=ε CL എന്ന് വരും. ഇതിന്റെ അകത്ത് എപ്സിലോണും എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ, സെയിം മെറ്റീരിയൽ ആണ്, അതുപോലെ തന്നെ പാത്ത് ലെങ്ത് ബാക്കി കണ്ടീഷൻസ് ഒക്കെ സെയിം ആയിട്ട് രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആകുമ്പോൾ ഈ സിയെ നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് A/C = A കോൺസ്റ്റന്റ്, കാരണം എപ്സിലോണും എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ള ഒരു രീതിയിൽ എടുക്കാൻ പറ്റും. A/C ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് മാത്സ് ആണ്. A1/A2 = C1/C2 എന്ന് വരും. നമുക്ക് A1 C1 A2 C2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ഡയറക്റ്റ് C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി മാത്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത്